ഡേ ഹെയർ കെയർ ചലഞ്ചാണേ. നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങൾ നോക്കിക്കേ. ഇത് കരിയാപ്പലയാണ്, ഇത് മുരിങ്ങയിലയാണ്, ഇത് സവോളയാണ്. സവോള തേച്ചാൽ മുടി ഹെയർ ഗ്രോത്തിനും നല്ലതാ, താരം പോവുകയും ചെയ്യും. എൻ്റെ തലയിൽ നന്നായിട്ട് താരനുണ്ടേ, അതുകൊണ്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാവേ. എന്നിട്ട് ശകലം വെള്ളം ചേർത്ത് അടിച്ചെടുത്താൽ മതിയേ. കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണേ. എന്നിട്ട് ഇത് നമ്മൾ അരിച്ചെടുക്കാൻ പോവാണേ. ഇത് കണ്ടോ, അരിച്ചെടുക്കുക നമ്മളെ. ഇത് കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ. അതിങ്ങനെ ഒരു ചീപ്പ്, നല്ല ഇത്രയും പല്ലകലമുള്ള ചീപ്പ് എടുത്ത് നമ്മുടെ താഴേന്ന് ഇവിടുന്ന് വേണം ചെയ്യാൻ, ഇവിടുന്ന്, എന്നാലേ ഇത് പൊട്ടാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇങ്ങനെ ശരീരത്തോട് ചേർത്ത് വെച്ച് ഇത് കണ്ടോ, നമുക്ക് താരനൊക്കെ കുറഞ്ഞുകൊണ്ട് 2 ദിവസം ചെയ്തപ്പോൾ ഇത് കണ്ടോ, അതെ താരൻ നല്ലതായിട്ട് കുറഞ്ഞുകൊണ്ട്. ആദ്യത്തെ ദിവസം ചൊറിയുമ്പോൾ ഇങ്ങനെ താരൻ ഇളകി വരുമായിരുന്നേ, അപ്പോൾ താരൻ നല്ലതുപോലെ കുറഞ്ഞു. ഇത് കണ്ടോ, ഇത് കണ്ടോ, നല്ല റിസൾട്ട് ഇപ്പം തന്നെ നമുക്ക് കാണാം. കണ്ടോ, നല്ല കണ്ടോ, ഇതാ പറഞ്ഞത് തേച്ചാൽ താരൻ മാറുന്നു. എനിക്കതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് നല്ല എനിക്കതുപോലെ തേച്ചിട്ട് നമ്മൾ കണ്ടല്ലേ, മുടിയെ തേക്കുന്നതിനൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഇവിടെ തേക്കേണ്ടത്. നമ്മുടെ തലയൊട്ടിയിലാണ്, സ്കാൽപ്പിലാണ് തേച്ച് പിടിപ്പിക്കുന്നത്. തലയോട്ടിയിലാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ. നമ്മുടെ താരൻ ഇവിടെ മുടിയിലല്ലോ, തലയോട്ടിയിലല്ലേ ഇരിക്കുന്നത്. എന്തായാലും ഈ മുടി ഒന്ന് വളർത്തിയെടുത്തിട്ടുള്ള കാര്യമുള്ളൂ. ഒഴുകുന്നു. സ്പ്രേ ബോട്ടിൽ എടുത്താലും അത് വെച്ചുണ്ടോ ഞാൻ സ്പ്രേ ചെയ്ത് കഴിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ അധികം മക്കളൊന്നും ഇച്ചിരി പനിക്കൂർക്കയും കൂടെ വെച്ചാൽ നല്ലതാണ്. നമുക്ക് നെയ്തറപ്പൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് പനിക്കൂർക്കയുടെ തണ്ട കുറച്ച് കൊണ്ടുപോകണേ. ഒരു തെറ്റിയുടെ തൈ നിൽപ്പുണ്ടായിരുന്നു, കുറച്ച് കൊണ്ടുപോകണം. കുഞ്ഞി തെറ്റിയില്ലേ, അതിൻ്റെ തൈ നമ്മുടെ വീട്ടിൽ ഇതിന് തല കഴുകണേ.